ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഒരു ചപ്പോട്ടന്മാരുണ്ടായിന് കേട്ടോ. കുറേ പ്രാവശ്യം വെട്ടിയിട്ടാണ് ഞാൻ കായ് ഉണ്ടാവായിട്ട്. വീണ്ടും ഇതിങ്ങനെ പടർന്ന് പിടിച്ച് ഇപ്പോഴാണ് കായ് ഉണ്ടായി കണ്ടത്. അപ്പോൾ ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പുറത്തപ്പുറത്ത് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് ഫസ്റ്റിൽ കണ്ടപ്പോൾ പിടിച്ചാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായാലും നമ്മൾ കാണൂല്ല. അടിപൊളി ചപ്പോട്ടസ് വലിപ്പമുള്ള ഉണ്ടായത് കേട്ടോ. കഴിക്കാള് ഞാൻ പേടിച്ചു. ഇതെന്താ അത് വലിയ വായേ? മാഷാ നോക്കിക്കോളിയേ, കൊറേ ഉണങ്ങി എടുക്കണ്ടേ. ഡാഡി നോക്കിക്കോളി മേലെ. കൈകൊണ്ട് എടുത്താൽ കൈ മുറിഞ്ഞോണ്ടട്ടാ. നോക്കിക്കോളി. അതിന് തിരിച്ചെടുത്താൽ വടി എടുത്തിട്ടേക്ക്. ഓ, അത് സ്വർണ്ണക്കട്ടൊന്നുമില്ല. നീ അവിടെ പിടിച്ചില്ല. ആ, മരിക്കില്ല. ഉണ്ണിക്കാമ്പല്ല, വായത്തട്ട. ഉണ്ണിക്കാമ്പ് അതാണ് കേട്ടോ. ഇത് വയലറ്റ് കളറുണ്ട്. രസമുണ്ടാവും. അതിന് നല്ല മണം. ഞാൻ കൊലിക്കാനയച്ചിട്ടാണ്. കൊച്ചില്ല, ഇപ്പൊ കൊലിക്കെടുത്തു. അതാ പരൻ്റെ കട്ടി വലിയതിലില്ല മാത്രം. പിന്നെ അങ്ങോട്ട് പോവല്ലേ. അതെന്താ അതിൽ പയ ഉണ്ടാവാന്? പയ വെച്ചാൽ വടിക്കാണ്ടിയത് അങ്ങനെ നന്നാവില്ല. ആ, വരുന്നേ ഇതൊന്നും കൂടണ്ടേ. എന്നിട്ട് നമ്മളെ കരിവേപ്പിൻ്റെ ഇലകളൊക്കെ പറിച്ചിട്ട് അതിങ്ങനെ ഇട്ടോ. അതുകൊണ്ട് വലിപ്പം വെക്കുന്ന അക്കോണം നമ്മളിത് വെട്ടി കൊടുക്കും, പറിച്ചു കൊടുക്കും. കുറേ അപ്പുറത്തൊക്കെ ഉണ്ട് കരിവേപ്പിൻ്റെ. ഈ വന്ന് വായ പിടിച്ചിട്ട് നോക്കി നടക്കണേ മമ്മി. മമ്മി നോക്കി നടന്നോളി. ഇവിടെയൊക്കെ കാട് നിറഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇത് വൃത്തിയാക്കിയാണ്. ആയൊക്കെ ചെരിഞ്ഞ് വീണ് കുറേയൊക്കെ അത് രണ്ടാമത് വീണ്ടും കുഴിച്ചിട്ട് ഇതൊക്കെയാണ് പരിപാടി. പിന്നെ എന്താ പറയുക, കാട്ടിലൊക്കെ ചക്കൊക്കെ നമ്മൾ തിന്ന് കായ് കഴിക്കട്ടോ. മരം കാലിയായി. ഇൻഷാ അല്ലാഹ് ആരും മരിക്കാതിരുന്നാൽ ഇനിയും വീണ്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് കഴിക്കാം. ഇൻഷാ അല്ലാഹ്. ഇതട്ടാ, ഇതൊക്കെ ചെത്തി മുറിച്ച് ഇത്തരായിപ്പോയി. ഞാൻ പിടിച്ചെന്ന് വിചാരിച്ചട്ടോ. ഓർമ്മ ഉണ്ടാവില്ല ചില നേരം ഓണാക്കാൻ. ഇതാ അങ്ങനെ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇങ്ങനെ കൊത്തി അരിയുക. നല്ല ടേസ്റ്റാട്ടോ. ഇതിട്ടുകാണ്ട് മുളകില്ല, വറ്റൽമുളകും കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഒക്കെ ഇട്ടുകാണ്ട് കടുകിട്ട് വറവിട്ടരിക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇത് ഒന്ന് ആവിക്ക് വെച്ചാൽ മതി. അടിപൊളി സാധനമാണ് വായത്തട്ട. പാവായിപ്പോ ഇന്നോടെ കൈ വേദനായി. അല്ലല്ല, കൈ എത്തിരല്ല, ചന്തി എത്തി വീണതാ. ആ, ഇരുന്നു പോയോ എന്നെ അവിടെ വൈക്കളിച്ചിട്ട് ഇരുന്നു പോയി. അങ്ങനെ കയ്യുത്തല്, കയ്യൊന്നും കുത്താൻ കഴിയില്ല. നല്ല വീഴ്ച വീണത്, നല്ല വീഴ്ചാവും വീണത്. എന്തൊരു ആയി സ്ഥലമാണ് അവിടെ. മുന്നേ വീണിട്ട് വലിയ വരെ പൊട്ടിച്ച സ്ഥലമാണ് അവിടെ. നോക്കി നടക്കണം ആ മൂലയിൽ. അവിടെ എന്തെങ്കിലും എടുത്തിട്ട് ചരലെന്തെങ്കിലും വാരിട്ടാ വൃത്തിയായിരുന്നു. ചെറുങ്ങനെ വൃത്തിയായിട്ട് ഇതിലേക്ക് ഇതാ ഞാൻ ഒരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകിയിട്ട് അങ്ങനെ ചെറുങ്ങനെ അരിയുക.
അങ്ങനെ നന്നായിട്ട് പിടിച്ചിട്ട് ഇത് കുത്തനെ അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കുക. അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഇതാ ചീരാമുളക്, നമ്മൾ ഇവിടുന്ന് പച്ചമുളകാണ്, ചീരാമുളക് 2 എടുത്തിട്ടുള്ളൂ. നല്ല എരിവാണ്, കൂടുതൽ എരിവ് വേണ്ടല്ലോ വിചാരിച്ചിട്ട് 2 ചീരാമുളക് എടുത്ത്. പിന്നെ ഇത്തിരി വറ്റൽമുളക് ഇടുമല്ലോ നമ്മൾ, ഒരു നല്ലൊരു ചുവ കിട്ടാൻ. അതും ആക്കി ഇത് വേഗം ഉപ്പേരി വെക്കട്ടെ. ചോറ് തിന്നാനായി. ചട്ടി വെച്ചു, എണ്ണ ചൂടായി. ഇതാ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് കൊടുത്ത് അതിലേക്ക് നമുക്കിതാ അരിഞ്ഞ് വെച്ച് വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ വേണ്ടിയവർക്ക് മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇടാം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അല്ലാത്തവർക്ക് ഇടണമെന്നില്ല. കുറച്ച് ഉപ്പ് എടുക്കട്ടെ. ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോയാൽ അതും പാടാണ്. കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലോണം നഴിച്ചിട്ട് ഒരാവിക്ക് വെച്ചാൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും. നല്ല കയ്പില്ലാത്ത നല്ല വാഴൻ്റെ കൂമ്പാണിത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാവില്ല, ചമർപ്പില്ലാത്ത കളർ തന്നെ കണ്ടില്ല. നല്ല വൈറ്റ് കളർ കണ്ടോ, നല്ല വൈറ്റ് കളറ്. ഇതിൻ്റെ ഉണ്ണിക്കാമ്പുണ്ട്, അത് സൗകര്യം പോലെ പറിച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഒന്ന് മൂടി വെക്കുക, നല്ലോണം ഒന്ന് ശരിയാവട്ടെ. അങ്ങനെ മക്കളെ അത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അത്രയേ വേവിക്കുള്ളൂ, കൂടുതൽ വേവിക്കില്ല. കാരണം വല്ലാണ്ട് വെന്ത് ചളിപുളിയാണ് ഇവിടെ ഇഷ്ടമല്ല. അപ്പോൾ ഒക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് നിറക്കിയിട്ട് പാത്രം അതിലേക്ക് വെച്ചിട്ട് എല്ലാം അതിലേക്ക് തട്ടി കൊടുക്കുക. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടുവെക്കുന്ന പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ അപ്പം അത് റെഡിയായി. നമ്മൾ ചട്ടി വെച്ചു അടുപ്പത്ത്. പപ്പടക്കൊള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനെക്കാട്ടും ഇഷ്ടമാണ് പപ്പടക്കൊള്ളി. 2 കൊള്ളിയുണ്ട്. പക്ഷേ വേറെന്താ വിശേഷം? സുഖല്ലേ? എല്ലാവരും ചോറയിപ്പോൾ കഴിഞ്ഞോ? നമ്മളിതാ വയ്ക്കാൻ പോണ്. ഉപ്പേരിയായി, പപ്പടമായി, പച്ചക്കറി പരിപ്പും തക്കാളിയാണ് കറി വെച്ചത്, അതായി. പിന്നെ ഉണക്കലും പൊരിക്കട്ടോ. എന്നാൽ അങ്ങനെ മതി. എല്ലാം മഴയല്ലേ, നല്ല രസമാണ്. ഉണക്കലും പൊരിച്ചതും കൂട്ടിയിട്ട് പച്ചക്കറിയും കൂട്ടി തിന്നാൻ. അപ്പോൾ നമുക്ക് കൂട്ടാൻ തോന്നിക്കണം. കൂട്ടാൻ തോന്നിച്ചിട്ടില്ല, കൂട്ടാൻ കൂടെ ഒന്ന് തോന്നിക്കാനുണ്ട്. എനിക്ക് പപ്പടം നല്ല ചോണം കേട്ടോ. അവൻ്റെ മോനക്ക് വെളുത്ത പപ്പടം ഇഷ്ടം. എനിക്ക് പപ്പടം അതിന് വേണ്ടി ചോകണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടുങ്ങാണ്ട് കറി ഒന്ന് വറവിടണം. കറി ഇതട്ടതാ പരിപ്പും തക്കാളി കറിയാണ്. ഇതിലേക്ക് ഇതാ കടുകിട്ട് കൊടുത്ത് പിന്നെ രസം കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അത് വറവിട്ട് കഴിഞ്ഞല്ലേ. ഞാൻ ഉണക്കൽ വെക്കാണ്ട്. അപ്പോൾ ഇന്ന് എണ്ണ ഒഴിച്ച് പിന്നെ ഉണക്കലൊക്കെ ഇട്ടെല്ലാം കൈ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. മുളക് മഞ്ഞളും ഉപ്പും ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ ഇതിലുണ്ടാവും മഞ്ഞളും മുളകും ഒക്കെ പരത്താം. ഈ പരത്താത്തതാണ് ഇഷ്ടം. അപ്പോൾ അതും അങ്ങനെ ആക്കി
ഇതൊന്ന് പെരുന്നിട്ടിയാൽ കാണുന്നുണ്ടോ മക്കളെ ഇതാട്ടോ അത് വെച്ചാൽ ഒരു കാണൂലേക്ക് അങ്ങനെ ആവട്ടെ കേട്ടോ മൊരിഞ്ഞിട്ടെ ഇതട്ടാ ഇതാ ഉണക്കലൊക്കെ പൊരിഞ്ഞ് റെഡിയായി നമ്മൾ ഇതിലേക്ക് കോരി വെക്കട്ടെ കേട്ടോ പൊരിച്ചു വേറെന്താണ് മക്കളെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖവും സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ അമ്മത്തിമാർക്കും അതുപോലെ എനിക്ക് എൻ്റെ ആങ്ങന്മാർക്കും അനിയത്തിമാർക്കും കൂട്ടുകുടുംബത്തിനും മക്കൾക്കും മരിയക്കും പേരക്കുട്ടികൾക്കും ഗൾഫുകാർക്കും പണ്ഡിതന്മാർക്കും ഉസ്താദന്മാർക്കും ഗൾഫുകാർ ഫുള്ളും എത്തിമക്കൾക്കും നമ്മളെ ഈ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും അല്ലാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്തും വർക്കത്തും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഖദീജ ഉണ്ട് ഒരു സൽമത്തെന്തിനി സൗജത്ത് വയറുവേദന ആയിട്ടൊരു മോള് വരുത്തുന്നുണ്ട്. അവളെ എല്ലാ വയറുവേദന സുഖമായിട്ട് മാറ്റി കൊടുക്കട്ടെ. നമ്മളെ ഖദീജൻ്റെ കാല് നിരയാണ് അതായിട്ട് പ്ലാസ്റ്റർ ഇട്ടാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും ദുആ ചെയ്ത് കാണുന്നവർ ഓളെ വേദനയും വരുത്തും മാറ്റി പ്ലാസ്റ്റർ വേഗം എടുക്കട്ടെ. അതുപോലെ നമ്മളെ സെലീനൻ്റെ ഉമ്മാക്ക് സുഖമില്ല, തലക്കെന്തോ പറ്റിയിട്ട് വീണിട്ട് അതൊല്ലാം സിഫാക്കി കൊടുക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് പ്ലീസ്.